ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ടഫ് ടു ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി അങ്ങ് പോയില്ലേ ആ സുന്ദരിക്കുട്ടി? എനിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അവളൊരു രാക്ഷസിയാ. ഒന്ന് പരിചയപ്പെടുത്തിത്താ, ഞാനൊന്ന് അടുത്തറിയട്ടെ. അവസരം വരും സാർ. ഒന്നും നടക്കില്ല സാറേ. ആ പെണ്ണൊരു ഭദ്രകാളിയാ. അവര് ഞങ്ങളുടെ പണി കളയിക്കും. സാറ് വിട്ടോ. ആ വണ്ടിയും ചന്ദനമൊക്കെ പോയിന്ന് കരുതിയാ മതി. എനിക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സാർ. ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അവരെ ഒന്ന് കാണാമല്ലോ. ആ റൂമിലുണ്ട്. സാർ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് പോയി കാണട്ടെ. ശരി സാർ. Excuse me. Yes? എന്താ വിളിച്ചത്? അത് നിങ്ങളുടേതാണോ ആ വണ്ടിയും രക്തചന്ദനവും? അതെ, ബട്ട് കൊള്ളാം. അപ്പൊ കോളേജിൽ വെച്ചുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടി തരം താഴുക ചെയ്തത് അല്ലേ? അഷിതയുടെ കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന് ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ ഈശ്വരനായിട്ടൊരു വഴി കാണിച്ചു തന്നിരിക്കെ എനിക്ക്. വലിയൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് കരുതിയിരിക്കുന്നവർക്ക് തന്റെ തനി സ്വഭാവം അറിയില്ലല്ലോ. ഇനി ഞാൻ പറയാതെ തന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞോളും. സീ ദുർഗ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. വേണ്ട, വെറുതെ നുണകൾ പറയാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നും കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് എനിക്ക് അറിയാലോ. വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടല്ലോ. പിന്നെ എന്തിനാ താൻ ഈ പണിക്കൊക്കെ പോകുന്നത്? പൂർണിമ ചേച്ചിയും തന്റെ അച്ഛനും ഒക്കെ എത്ര നല്ല ആൾക്കാരാ. അവരെ കൂടി പറയിപ്പിക്കാൻ താൻ ഒരുത്ത മതിയല്ലോ. ദുർഗ പ്ലീസ്, ഞാൻ പറയുന്നു കേക്ക്. ഇത് എന്റെ രക്തചന്ദനമൊന്നും അല്ല. പിന്നെ എന്തിനാ നിങ്ങൾ സംസാരിക്കാൻ വന്നത്? എൻ്റെ ഒരു ഫ്രണ്ടിന് കോസ്മെറ്റിക് ഫാക്ടറി ഉണ്ട്. അവിടേക്ക് ഒരുപാട് രക്തചന്ദനം വേണം. എല്ലാം ലീഗലി എടുത്താൽ അവക്കത് മുതലാവില്ല. സോ അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇല്ലീഗലായിട്ട് എടുക്കും. ഇപ്രാവശ്യം അവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്നോട് സഹായം ചോദിച്ചു. ഇത് രക്തചന്ദനമാണെന്നോ ഇല്ലീഗലാണോന്നും എനിക്കറിയില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അവൻ വിളിച്ച് കാര്യം പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം SIയോട് സംസാരിച്ച് അവസാനിപ്പിക്കാലോ. അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങളിതിന്റെ പിന്നാലെ ഇറങ്ങിയാൽ അത് പ്രശ്നമാവും. ലീഗലി ഇത് വിട്ടുതരാൻ SIക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് കേസാകും. അങ്ങനെ സംഭവിച്ച മീഡിയ അറിയും. പൂർണിമ ചേച്ചിയെ തകർക്കാൻ ബാക്കി എല്ലാ ചാനലും അവസരം നോക്കി ഇരിക്കുക. നിങ്ങൾ ഈ കേസ് പിൻവലിച്ച ബാക്കിയെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തോളാം. അല്ലെങ്കിൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ, പൂർണിമ ചേച്ചിയുടെ ബിസിനസ്, ചാനൽ, പിന്നെ ഈ കല്യാണം എല്ലാം തകരും. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ദുർഗയുടെ വാശി കാരണം ഇത്രയും നഷ്ടങ്ങളുണ്ടാവും. ആലോചിച്ച് തീരുമാനം എടുക്കും. ഇതിക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ താൻ കരുതും പോലെ അന്ന് കോളേജിൽ വെച്ച് കണ്ടിരുന്ന പൃഥ്വി അല്ല ഞാനിപ്പോ. അവിടുന്നൊക്കെ ഒരുപാട് മാറി. ഇന്ന് ഞാൻ എന്താണെന്ന് ആരെയും ബോധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ അപ്പുറത്തുണ്ടാവും. എന്താ വേണ്ടെന്ന് വെച്ചാ താൻ തീരുമാനിച്ചിട്ട് പറയും. എന്തായി കാര്യങ്ങള്? ഒന്നും പറയാറായിട്ടില്ല.
പോലീസുകാരെ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇടയിൽ ചില പ്രശ്നങ്ങൾ, അത് കുറച്ച് വലിയ ഇഷ്യൂ ആണ്. എനിക്കൊരു പരിധിയിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. എന്താ പൃഥ്വി, കാര്യം പറ. എൻ്റെ വുഡ്ബിയുടെ സ്റ്റെപ്പ് സിസ്റ്ററാണ് ആ നിൽക്കുന്നത്. അവരാണ് കേസ് കൊടുത്തത്. നാശമായല്ലോ. അവർക്ക് എന്നോട് കോളേജ് ടൈം തൊട്ടേ കലിപ്പാണ്. ആ ഷീസ് എ ടഫ് വൺ ടു ഡീൽ വിത്ത്. സാറേ സാറേ സാർ എന്ത് മാജിക്കാണ് അവരുടെ അടുത്ത് ചെയ്തത്? അവർ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞു. താങ്ക്സ് അലോട്ട്. സാറേ, ഞങ്ങളെ കാര്യമായിട്ടൊന്ന് ഗവനിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ചെന്ന് SI സാറിനെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. ശരി, ഞാൻ വന്നേക്കാം. കുറച്ച് നേരത്തേക്ക് നല്ല ടെൻഷനിലായിപ്പോയി. ഇപ്പോഴാ ഒന്ന് സമാധാനമായ. എനിക്ക് ആ പെണ്ണിനെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ അവളുടെ പേര്? ദുർഗ. ആ കൊള്ളാം. ടഫ് ടു ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി അങ്ങ് പോയില്ലേ ആ സുന്ദരിക്കുട്ടി? എനിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അവളൊരു രാക്ഷസിയാ. ഒന്ന് പരിചയപ്പെടുത്തിത്താ, ഞാനൊന്ന് അടുത്തറിയട്ടെ. അവസരം വരും, ഞാൻ പറയാം. പറഞ്ഞാ മതി. ഞാൻ ആ SI കണ്ടിട്ട് എല്ലാം സെറ്റിൽ ആക്കണം. പോട്ടോ, ഞാനേ ഇവിടെ തന്നെ കാണാം. ശരി, ഓക്കെ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷസി.